നമസ്കാരം. ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഏവരും ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കണം. നിങ്ങളുടെ മുന്നിലേക്ക് ഈ സന്ദേശം എത്തിയിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് മഹാദേവന്റെ സാക്ഷാൽ പരമശിവന്റെ ഒരു നിശ്ചയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട്. അതായത് ഞാൻ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത്രമേൽ വിഷമതകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് ഭഗവാൻ കാണുന്നില്ല എന്ന് അത് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നതായ ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ കാണുന്നുണ്ട് എന്നതാണ് വാസ്തവം. വളരെ കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പല രീതിയിലുമുള്ള വിഷമതകൾക്ക് അല്ലെങ്കിൽ പ്രയാസങ്ങൾക്ക് ഒരു മറുപടി തന്നെയാണ് ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഡിയോ കാണുന്നത് മുതൽ തന്നെ ചില നെഗറ്റീവായ എനർജിക്ക് ഒരു മാറ്റം ഉണ്ടാകുന്ന സാഹചര്യം വന്നുചേരാം. കാരണം പലതും നിങ്ങൾ അനുഭവഭേദ്യമാകുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. പല വിഷമതകൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒരു അനുഗ്രഹം നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായ പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് അനിവാര്യമായ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ആ ചെയ്യുന്നതായ കാര്യങ്ങളിൽ പ്രവൃത്തികളിൽ പല വിധത്തിലും തടസ്സങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാത്തതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഭഗവാൻ നിങ്ങളോട് പറയുന്നതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ അത് അവസാനിക്കുന്ന ഒരു സാഹചര്യം വന്ന് ചേരുന്നു എന്നുള്ളതാണ്. പല വിധത്തിലും വിഘ്നങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. അതായത് കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതായ അവസ്ഥ, അതിൽ ഭഗവാൻ തന്നെ ഇടപെടുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളും നിങ്ങളെ പിന്നോട്ട് വലിച്ചിട്ടുള്ളതായ സാഹചര്യമുണ്ട്. ആ തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. വളരെ കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമല്ലാത്തതായ പല കാര്യങ്ങളും ഈ സമയം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ചില കാര്യങ്ങളിൽ ഒരു വഴിത്തിരിവിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഭഗവാന്റെ അദൃശ്യമായ സാന്നിധ്യം നിങ്ങൾക്ക് പ്രകടമാവുകയും നിങ്ങളെ കൃത്യമായ ദിശയിലേക്ക് ഭഗവാൻ തന്നെ നയിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഭയമുണ്ട്, ആശങ്കകളുണ്ട്, പല കാര്യങ്ങളിലും ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾ തെറ്റുകൾ ചെയ്യാത്ത വ്യക്തികളാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. പലരും നിങ്ങളെ പല കാര്യങ്ങളിലും
അകപ്പെടുത്തിയതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. വളരെ സന്തോഷത്തിൽ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ചില വ്യക്തികളുടെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വേദന നിറഞ്ഞതായ സാഹചര്യമുണ്ട്. അത് ഭഗവാന്റെ ഒരു കാവൽ ഉള്ളതിനാൽ തന്നെ നിങ്ങളെ ബാധിക്കുന്നതായ ചില നെഗറ്റീവായ കാര്യങ്ങൾ, അത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിലും മറ്റുള്ളവരുടെ അസൂയയാൽ കടന്നു വരുന്ന നെഗറ്റീവായ എനർജിയെയും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളെ വിജയം പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. വളരെയധികം ശാന്തത നിങ്ങൾ അനുഭവിക്കേണ്ടതായ സാഹചര്യമുണ്ട്. എന്നാൽ അതിന് സാധിക്കാത്തതായ ഒരവസ്ഥ. എന്നാൽ ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് സമാധാനം കൊണ്ടുവരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം. നിങ്ങൾ ഒഴുക്കിയിട്ടുള്ളതായ കണ്ണുനീരിന്, നിങ്ങൾ ചെയ്യുന്നതായ കഠിനാധ്വാനത്തിന് ഫലം കാണാതെ പോകില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതിനെല്ലാം ഒരു പരിഹാരം സാധ്യമാകുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരാം. ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. ധനപരമായ കാര്യങ്ങളിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല മുന്നോട്ട് പോകുന്നത് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുൻപിൽ വാതിൽ കൊട്ടിയടച്ചതായ സാഹചര്യമുണ്ട്. അടഞ്ഞു കിടക്കുന്നതായ സാഹചര്യമുണ്ട്. അത് തുറക്കപ്പെടണം എന്ന പ്രാർത്ഥന ഒരു പരിധിവരെ ഫലം കാണുന്ന സാഹചര്യമുണ്ട്. അംഗീകാരങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഈ സമയം ഏറെ നാളായി കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ ഗുണകരമായി ഭവിക്കാം. ചില കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്താം. പുരോഗതി പല കാര്യങ്ങളിലും അനുഭവവേദ്യമാകുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥനകളും വിഷമതകളും കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഭഗവാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി നിൽക്കുന്നു എന്നതാണ് വാസ്തവം. തർക്കങ്ങൾ പലതും ജീവിതത്തിലുണ്ട്. എന്നാൽ അത് മാറി മറിഞ്ഞ് വരുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതായ കാര്യം സ്നേഹം തന്നെയാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായുള്ള ആ സ്നേഹബന്ധം നിലനിൽക്കണം എന്ന് അത്രമേൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് സാധ്യമല്ലാത്തതായ സാഹചര്യമുണ്ട്. അതിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ആരോഗ്യപരമായ വിഷമതകളുണ്ട് നിങ്ങൾക്കെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നതും സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങൾ ശക്തരാകേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യമുണ്ട്. നിങ്ങൾക്ക് ശക്തി നൽകാവുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. കാരണം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നടക്കാതെ പോവുകയോ വിഷമിക്കുകയോ ചെയ്യുന്നതായ സാഹചര്യമുണ്ട്. അനുയോജ്യമല്ലാത്തതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ കാവലുള്ളത് കൊണ്ട് തന്നെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചില മാറ്റങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യാം എന്നതാണ് വാസ്തവം. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം
ഈ സമയം നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുന്നത് പോസിറ്റീവായ ഊർജം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഭഗവാൻ പ്രദാനം ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചന തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ഒരു പ്രധാന തീരുമാനം നിങ്ങൾ എടുക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. പല വഴികളും നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ വഴികൾ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതിരുന്നിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ഭഗവാൻ തന്നെ ഒരു വഴി കാട്ടിത്തരുന്ന സാഹചര്യം രൂപപ്പെടാം. പല കാര്യങ്ങളിലും ഒരു ഉൾവിളി നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങളുടെ അറിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയും ഒരു വലിയ വിജയം തന്നെ നിങ്ങളിലേക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടും എന്നുള്ളതാണ്. നിങ്ങളെ ചുറ്റും പല രീതിയിലും നെഗറ്റീവായ ഊർജങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. ആ ഊർജത്തിന് ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാനസികപരമായി വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ചിന്താഗതികളിൽ ഒരു മാറ്റം സംഭവിക്കാം. ചില കാര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് തീർച്ചയായും മനസമാധാനം കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ ഭഗവാൻ വലിയ വാതിൽ തന്നെയാണ് തുറന്നിടുന്നത് എന്നതാണ് വാസ്തവം. ആ പുതു വെളിച്ചം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ തന്നെ കൂടുതൽ പ്രകാശപൂർണമാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ സമയം പല മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലങ്ങൾ സിദ്ധിക്കാം. ഈ സമയം നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ളതായ നല്ല കാര്യങ്ങൾ, കഠിനമായ പരിശ്രമങ്ങൾ, പ്രാർത്ഥനകൾ ഇതൊന്നും ഫലം കാണാതെ പോകില്ല എന്നതാണ് വാസ്തവം. ഈ സമയം ബിസിനസ് പരമായി ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. വിജയകരമായി തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കഴിവിനെ തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചറിയുവാനും പ്രശംസ നേടിയെടുക്കുവാനും സാധിച്ചു എന്ന് വരാം. ധനപരമായി നിലനിന്നിരുന്നതായ ചില തടസ്സങ്ങൾ അകലുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം. വരുമാന മാർഗങ്ങൾ ചിലത് നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുവാനും ആശ്വാസം സിദ്ധിക്കുന്നതായ ചില കാര്യങ്ങൾ കടന്നു വരാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളോ വന്നുചേരാം. സ്ഥിരത, സമാധാനം പലപ്പോഴും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവിടെ നിന്നും ഒരു മാറ്റം സാധ്യമാകുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടും ഒരു പോസിറ്റീവായ മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നതായ തർക്കങ്ങൾ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വളരെ പെട്ടെന്ന് തന്നെ പല പ്രശ്നങ്ങളും പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങൾ അനുഭവിക്കുന്ന പല വേദനകൾക്കും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം വിഷമങ്ങൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഒറ്റപ്പെടലുണ്ട് എങ്കിലും അത് പരിഹരിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ജീവിതത്തിലുള്ള ആ കാഴ്ചപ്പാട് അത് മാറ്റേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. അത് സാധ്യമാകുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്. പരാജയങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ പോലും അതിൽ തളരാതെ മുന്നോട്ട് പോകണം. നഷ്ടങ്ങളിൽ നിങ്ങളുടെ മനസ്സ് വിഷമിക്കാൻ പാടുള്ളതല്ല. അതിനേക്കാൾ മികച്ചത് ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി നീക്കി വച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റായ വഴികളിൽ നിന്നും
ശരിയായ തീരുമാനങ്ങളിലേക്കും ശരിയായ വഴിയിലേക്കും ഭഗവാൻ നിങ്ങളെ നയിക്കും. തീർച്ചയായും നിങ്ങൾ അതിന് അനുയോജ്യമാണ് എന്ന് തന്നെ, അനുയോജ്യരായ വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങണം.